സുഹൃത്തുക്കളെ, കഴിഞ്ഞ ആഴ്ച പച്ചക്കറി വാങ്ങിക്കാൻ പോയപ്പോൾ മഴയുള്ള സമയമാണ്. ഒരു പാക്കറ്റ് സീഡ് ഫ്രീ ആയിട്ട് കിട്ടി. ഞാനത് വീട്ടിൽ വന്ന് മണ്ണിലിട്ടു. ആദ്യ ദിവസം കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ ദിവസത്തെ സീഡിൻ്റെ സ്റ്റേജാണ്. അപ്പോൾ ചെറിയ ചെറിയ രീതിയിൽ വെള്ളം നിറഞ്ഞൊക്കെ സ്പ്രൗട്ട് അതുമ്പോൾ കാണാൻ പറ്റും. ഞാൻ വിചാരിച്ചത് ജെർമിനേറ്റ് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ രണ്ടാമത്തെ ദിവസം ആയപ്പോഴേക്കും ചെറിയ രീതിയിൽ സ്പ്രൗട്ടുകൾ ഫോം ചെയ്തു. ഇത് മൂന്നാമത്തെ ദിവസത്തെയാണ്. അപ്പോൾ കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റ് നമുക്കവിടെ കാണാൻ പറ്റും. അതിനെ ഫിക്സ് ചെയ്യാനായിട്ടുള്ള സിസ്റ്റവും സാധനമൊക്കെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. ഓർക്കുക, സീഡാണ്, നമ്മളൊരു പ്രൊട്ടക്ഷനും കൊടുക്കണില്ല, നേച്ചറാണ് പ്രൊട്ടക്റ്റ് ചെയ്യണത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇത് സംഭവിക്കണേന്നുള്ളത്. ഇത് അഞ്ചാമത്തെ ദിവസത്തിലേക്ക് കയറി. അപ്പോൾ 4 മറ്റേതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇത് അഞ്ചാമത്തെ ദിവസത്തിലേക്ക് കയറി. അപ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി ആയി പ്ലാന്റ്സ്, ലീവ്സൊക്കെ വന്നു തുടങ്ങി. എന്നാൽ ആ ബേസിക് ആയിട്ടുള്ള ബ്രൗൺ കളറേഷൻ നമുക്ക് ആ സോയിലിൽ കാണാൻ പറ്റും. അതിനാണ് മുളച്ച് വരുന്നത്. അപ്പോൾ അഞ്ചാമത്തെ ദിവസത്തെ സ്റ്റേജാണിത്. ഇനി നമുക്ക് ആറാമത്തെ ദിവസം ആയപ്പോഴേക്കും ഇങ്ങനെയായി, ഒരുവിധം നല്ല ഗ്രോത്തായി. ഇതിൻ്റെ ഫർദർ എക്സ്റ്റൻഷനാണ് നമുക്ക് 7ാമത്തെ ദിവസം കാണാൻ പറ്റുക. അപ്പോഴേക്കും നല്ല ഹെൽത്തി പ്ലാന്റ്സ് പോലെ ആയി തുടങ്ങി. വല്ലാണ്ട് ഹൈറ്റൊന്നും വന്നിട്ടില്ല എന്നിരുന്നാലും. അപ്പോൾ എപ്പോഴും ഓർക്കുക, നേച്ചർ സിമ്പിളായിട്ട് നമുക്ക് തോന്നും, ബട്ട് ഇറ്റ് ഈസ് മിസ്റ്റീരിയസ്. ഇതാണ് 7ാമത്തെ ദിവസം. സീഡ് എന്ന് പറഞ്ഞാൽ ചില്ലറ സാധനമല്ല. സീഡ് ഈസ് എ ഫിസിയോളജിക്കൽ എനിഗ്മ. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നീട് കാണാം. നിർത്തട്ടെ. താങ്ക് യു.